കേരളത്തിലെ സഹകരണ തട്ടിപ്പിലിരയായി എൻഡോസൾഫാൻ ദുരിതബാധിതയും. കാസർഗോഡ് കാറടുക്ക സൊസൈറ്റി തട്ടിപ്പിലാണ് കാറടുക്ക മുണ്ടോൾ സ്വദേശി ലക്ഷ്മിക്ക് പണം ലഭിക്കാതെ വന്നത്. എൻഡോസൾഫാൻ ദുരിത ധനസഹായമായി ലഭിച്ച തുകയായിരുന്നു ബാങ്കിൽ നിക്ഷേപിച്ചത്. ഞാൻ എൻഡോസൾഫാന്റെ രോഗി, എനിക്ക് 5 ലക്ഷം കിട്ടിയത്. അത് പോയിട്ട് ഏട്ടിക്ക് സുഖമില്ലാതെ ഏട്ടി അങ്ങനെ 1 ലക്ഷം പോയിട്ട് ചോദിച്ചു. അപ്പോൾ അപ്പ പറഞ്ഞു ഇല്ല, ഇന്നില്ല, 2 ആഴ്ച കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. അത്രയും ഏട്ടിക്ക് കയ്യാറായിട്ട് പോയിട്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇന്നില്ല, 2 ആഴ്ച കഴിഞ്ഞ് തരാമെന്ന്. എന്നിട്ട് ഇത് 5000 തന്നു. ഈ അമ്മയുടെ വാക്കുകൾ ഒന്ന് കേൾക്കുക. എൻഡോസൾഫാൻ എന്ന മഹാമാരി തകർത്തതാണ് ഇവരുടെ ജീവിതം. ഇതിനൊപ്പമാണ് ഇടുത്തി പോലെ എത്തിയ സഹകരണ ബാങ്ക് തട്ടിപ്പ് കാറടുക്ക മുണ്ടോൾ സ്വദേശി ലക്ഷ്മിയുടെ കുടുംബത്തെ പ്രതിസന്ധിയുടെ പടുകുഴിയിലേക്ക് തള്ളി. CPM നിയന്ത്രണത്തിലുള്ള കാസർഗോഡ് കാറടുക്ക സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം പിൻവലിക്കാൻ എത്തിയപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം ഇവർ അറിയുന്നത്. ദുരിതാശ്വാസ ധനസഹായമായി ലഭിച്ച 2.5 ലക്ഷം രൂപയാണ് ലക്ഷ്മി സൊസൈറ്റിയിൽ നിക്ഷേപിച്ചിരുന്നത്. ഇതിൽ 1 ലക്ഷം രൂപ പിൻവലിക്കാനെത്തിയപ്പോൾ 5000 രൂപ മാത്രം നൽകി പറഞ്ഞയച്ചു. ക്യാൻസർ ബാധിതയായ സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു പണം ആവശ്യപ്പെട്ടത്. പക്ഷേ പണം ലഭിക്കാതെ വന്നതോടെ ചികിത്സയും വഴിമുട്ടി. എന്റെ മൂത്തേട്ടിക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയത് എന്തോ സർപ്പൻ്റെ ഇത് 1 ലക്ഷം വേണം. അപ്പോൾ അപ്പ പറഞ്ഞു ഇന്നില്ല, 2 ആഴ്ച കഴിയും, നമ്മൾ ഉണ്ടെന്ന് തന്നൂടാനില്ല, ഇല്ല വന്നതില്ല എന്ന് പറഞ്ഞു. ഇത് ഒരാളുടെ മാത്രം അനുഭവമല്ല. സാധാരണക്കാരായ ആളുകൾ നിക്ഷേപിച്ച പണം പിൻവലിക്കാൻ എത്തുമ്പോൾ സൊസൈറ്റി കൊടും ചതിയാണ് കാട്ടുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ പണം നൽകാമെന്ന ഉറപ്പ് സൊസൈറ്റി നൽകുന്നുണ്ടെങ്കിലും അതിൽ ഇവർക്ക് ആർക്കും വിശ്വാസമില്ല. 4,76 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ സൊസൈറ്റി സെക്രട്ടറി രതീശനെ പിടികൂടാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. 42 പേരുടെ സ്വർണവുമായാണ് പ്രതി മുങ്ങിയത്. സാധാരണക്കാരായ തൊഴിലാളികളടക്കം പാർട്ടിയെയും നേതാക്കളെയും വിശ്വസിച്ചാണ് സൊസൈറ്റിയിൽ കയ്യിലുള്ളതൊക്കെയും നിക്ഷേപിച്ചത്. ജനം, കാസർഗോഡ്.